വണക്കം. പൊളിമിക്സ് ആണ്. ഏവർക്കും സ്വാഗതം. സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക നിലയെക്കുറിച്ച് ധനമന്ത്രി ഡോക്ടർ തോമസ് ഐസക്കിനുള്ളതിന് പോലെ തന്നെ ആശങ്ക പൊളിമിക്സിനുമുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ധവളപത്രം കിട്ടാൻ കാത്തിരിക്കുകയായിരുന്നു. കിട്ടിയപ്പോൾ സാമ്പത്തിക ശാസ്ത്രത്തേക്കാൾ വലിയ കെണിയിലാണ് പെട്ടത്. ഭാഗ്യത്തിന് KC ജോസഫ് രക്ഷയ്ക്കെത്തി. സാധാരണഗതിയിൽ സഭയിൽ രേഖ സമർപ്പിക്കുന്നത് മലയാളത്തിലായിരിക്കണം. മലയാളിനകത്ത് ഗവർണറുടെ പ്രഖ്യാപനം പോലും മലയാളത്തിൽ വരാറുണ്ട്. ഒറിജിനൽ ഡോക്യുമെന്റ് മലയാളത്തിലാണ് വ്യവസ്ഥയുണ്ട്. സർ, ഇവിടെ ധനകാര്യമന്ത്രിയുടെ ഈ വൈറ്റ് പേപ്പർ ഇംഗ്ലീഷിലായത് അനുവാദം വാങ്ങിയിട്ടാണോ? വാങ്ങിയിട്ടല്ലെങ്കിൽ മലയാള ഭാഷയാണ് സഭയുടെ ഭാഷ, ഭരണഭാഷ. ഇത് മലയാള ഭാഷയുടെ അവഹേളനമാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെ വ്യക്തമാണ് സർ. നമ്മുടെ ഒരു കീഴ്വഴക്കാണ് ധനകാര്യമന്ത്രി പറയുന്നത്. ഇതിക്ക് മുമ്പ് 2 തവണ ഇവിടെ വൈറ്റ് പേപ്പർ UDF സർക്കാരുകൾ അവതരിപ്പിച്ചിട്ടുണ്ട്. 2 ഇംഗ്ലീഷിലായിരുന്നു, മലയാളത്തിലല്ല. ഉണ്ടാക്കിയിട്ടുണ്ട്, അത് ലഭ്യമാക്കുകയും ചെയ്യും. അല്ല, ഇംഗ്ലീഷിൽ നൽകിയ ഇംഗ്ലീഷിൽ നൽകിയത് കീഴ്വഴക്കം മലയാളത്തിൽ കൂടി ലഭ്യമാക്കാൻ പ്രതിപക്ഷ നേതാവേ, മലയാളത്തിൽ കൂടി ലഭ്യമാക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കണം. ഏതായാലും കഷ്ടപ്പാട് മലയാളത്തിൽ അടിച്ചു കിട്ടുമല്ലോ, അത്രയും സമാധാനം. അതിനു മുൻപ് സാമ്പത്തിക വിദഗ്ധരെ ആശ്രയിക്കുകയേ വഴിയുള്ളൂ. ഇന്നത്തെ കേരളത്തിന് സ്ഥിതിവിശേഷം 2008-നേക്കാൾ മോശമായിട്ടുള്ള സമ്പദ്ഘടന ഉള്ള നില മോശമാണ്. 2008 പോലും സംസ്ഥാന സാമ്പത്തിക വളർച്ച ദേശീയ ശരാശരിയേക്കാൾ മെച്ചമായിരുന്നു. പക്ഷെ ഇന്നതല്ല. കഴിഞ്ഞ 2 വർഷമായിട്ട് ദേശീയ വളർച്ചയേക്കാൾ താഴ്ന്നതാണ് നമ്മുടെ സാമ്പത്തിക വളർച്ച. അപ്പൊ ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ ഒരു സംസ്ഥാന സർക്കാർ എന്താ ചെയ്യേണ്ടത്? ഇനി പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്കണേ. സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക നില മോശമായിരിക്കുകയും സാമ്പത്തിക വളർച്ച ദുർബലമായിരിക്കുകയും ചെയ്യുമ്പോൾ ഒരു സംസ്ഥാന സർക്കാർ എന്താണ് ചെയ്യേണ്ടത് എന്നാണ് അദ്ദേഹം വിശദീകരിക്കാൻ പോകുന്നത്. സാമ്പത്തിക മുരടിപ്പാണ്. അതുകൊണ്ട് സർക്കാർ കൂടുതൽ ചെലവെടുക്കണം, പണം ചെലവഴിക്കണം. ഇപ്പോൾ ഉദാഹരണത്തിന് റിയൽ എസ്റ്റേറ്റ് സ്പെൻഡിങ് ഗണ്യമായിട്ട് കുറഞ്ഞു. റബ്ബർ മേഖലയിൽ മാന്ദ്യമാണ്. അതുകൊണ്ട് ആളുകൾ പണം മുടക്കാൻ മടിക്കുന്നു. അപ്പോൾ ആളുകളെ ഉത്സാഹഭരിതരാക്കി നിക്ഷേപത്തിലേക്ക് കൊണ്ടുവരണമെങ്കിൽ സർക്കാർ മുന്നിൽ നിന്ന് പ്രവർത്തിക്കണം. സംസ്ഥാനം സാമ്പത്തിക മുരടിപ്പ് നേരിടുമ്പോൾ സംസ്ഥാന സർക്കാർ കൂടുതൽ ചെലവഴിക്കണമെന്ന് കേട്ടാൽ എല്ലാവർക്കും അതിൻ്റെ ഇത് പിടികിട്ടിക്കൊള്ളണമെന്നില്ല. എന്നാൽ അത് വലിയൊരു സാമ്പത്തിക സിദ്ധാന്തമാണ്. ആണ് കെയ്ൻസൊക്കെ പഠിപ്പിച്ചിട്ടുള്ളത്. പക്ഷെ ഇങ്ങനൊരു സർക്കാരിന് ചെയ്യാൻ പറ്റും. ഈ സിദ്ധാന്തമാണ് കെയ്ൻസ് ഒക്കെ പഠിപ്പിച്ചിട്ടുള്ളത് എന്നാണ് കേട്ടോ തോമസ് ഐസക്ക് പറയുന്നത്. ആണ് കെയ്ൻസൊക്കെ പഠിപ്പിച്ചിട്ടുള്ളത്. പക്ഷെ ഇങ്ങനൊരു സർക്കാരിന് ചെയ്യാൻ പറ്റും. കെയ്ൻസ് എന്നാൽ ജോൺ മെർണാഡ് കെയ്ൻസ്, ബ്രിട്ടീഷുകാരനായ സാമ്പത്തിക ശാസ്ത്രജ്ഞൻ. ഡോക്ടർ തോമസ് ഐസക്കിനെ പോലെ മാർക്സിസ്റ്റ് എന്ന പേര് കേൾപ്പിച്ചിട്ടില്ലാത്ത ശുദ്ധ മുതലാളിത്ത രീതിക്കാരൻ. സാമ്പത്തിക മാന്ദ്യം വന്നപ്പോഴെല്ലാം ബ്രിട്ടൻ, അമേരിക്ക തുടങ്ങിയ മുതലാളിത്ത രാജ്യങ്ങളെ ഉപദേശിച്ച് രക്ഷിച്ചയാൾ. അതേ രീതി തന്നെ പിന്തുടരുന്നതുകൊണ്ട് തോമസ് ഐസക്കിനെ കെയ്നീഷ്യൻ എന്നും വിളിക്കാറുണ്ട്. അത് അദ്ദേഹം അഭിമാനമായിട്ടാണ് എടുക്കുന്നതും. പക്ഷേ അധ്വാനവർഗ സിദ്ധാന്തക്കാരനായ KM മാണിക്ക് അതത്ര പഥ്യമല്ല. ഞാൻ ഓർക്കുന്നു, ഇപ്പോൾ ഐസക്ക് മുൻകാലത്തെ ഞാൻ പറയാം, UDF ഗവൺമെൻറ് വരുന്നതിന് മുമ്പ് ഡോക്ടർ ഐസക്ക് ഒരു ബഡ്ജറ്റ് അവതരിപ്പിച്ചിട്ട് ഞങ്ങൾക്കുണ്ടായിരുന്ന ലൈബിലിറ്റി ഒരു 10,000 കോടിയായിരുന്നു. മാന്ദ്യവിരുദ്ധ പാക്കേജ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് പദ്ധതികളങ്ങ് പ്രഖ്യാപിച്ചു. 10,000 കോടിയോളം രൂപയുടെ പദ്ധതികളാണ്. ആ ബാധ്യത അന്നത്തെ ഗവൺമെൻറ് അത് പ്രഖ്യാപിച്ചിട്ട് പോയി. ബാധ്യത ഞങ്ങളുടെ തലയിൽ വന്നു. മാന്ദ്യവിരുദ്ധ പാക്കേജിൻ്റെ ബാധ്യത മുഴുവൻ ഞങ്ങൾ ഏറ്റെടുത്ത് ഞങ്ങൾ നടപ്പിലാക്കേണ്ടി വന്നു. അതാണ് കേരളത്തിൻ്റെ ചരിത്രത്തിൽ നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം.
ഇതിനാണ് ഈ വീക്ഷണ വ്യത്യാസം എന്ന് പറയുന്നത്. ഡോക്ടർ തോമസ് ഐസക് സാമ്പത്തിക മാന്ദ്യത്തിനെതിരായി ചെയ്യുന്നത് കെ എം മാണിക്ക് സാമ്പത്തിക മാന്ദ്യത്തിന് കാരണമായി വരും. അതുതന്നെയാണ് സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ ഗുണവും. ഒരാൾക്ക് കൂടുതലായി തോന്നുന്നത് മറ്റൊരാൾക്ക് കുറവാണെന്ന് പറയാം. പക്ഷെ ദൗർഭാഗ്യവശാല് പ്രതിപക്ഷം എടുക്കുന്ന നിലപാട് ഇത്തരമൊരു പ്രതിസന്ധി ഇല്ല എന്നുള്ളതാണ്. ചെറിയ സാമ്പത്തിക ഞെരുക്കവും ഒക്കെ ഉള്ളൂ. അതുകൊണ്ടാണ് ഈ ധവളപത്രം ഇറക്കിയിട്ടുള്ളത്. ഗൗരവമായിട്ടുള്ള സാമ്പത്തിക പ്രതിസന്ധി ഉണ്ട് എന്ന് ബോധ്യപ്പെടുത്തുക. എന്താ സത്യം എന്ന് ജനങ്ങളോട് പറയേണ്ടത്. ധവളപത്രം അടിസ്ഥാനപരമായ ഒരു സാമ്പത്തിക രേഖയാണല്ലോ. ആ ശാസ്ത്രത്തിനുള്ള കുഴപ്പം ആ പത്രത്തിനുമുണ്ട്. ധവളപത്രം വളരെ ഡീപ്പായിട്ട് ധവളപത്രത്തിലേക്ക് കിടന്ന് അനലൈസ് ചെയ്യാൻ സമയം കിട്ടിയിട്ടില്ല. എങ്കിലൊരു ഗ്ലിംസ് ഒറ്റ നോട്ടത്തിൽ ധവളപത്രത്തെ പറ്റി പറയുവാനായിട്ടുള്ളത്. ഇതിപ്പോൾ ഒരു വൈറ്റ് പേപ്പറാണോ ബ്ലാക്ക് പേപ്പറാണോ എനിക്കൊരു സംശയം. എനിക്കൊരു സംശയം. കറുപ്പും വെളുപ്പും തിരിച്ചറിയാനാവാത്ത സാഹചര്യത്തിൽ പൊളിമിക്സ് സാമ്പത്തിക ശാസ്ത്രത്തിൽ നിന്ന് പുറത്തേക്ക് കിടക്കുകയാണ്. സഭയിലൊന്ന് കയറണം. അവിടെ ഒരു വിശേഷമുണ്ട്. മുഖ്യമന്ത്രി ഒരു നയം വ്യക്തമാക്കുന്നു. മന്ത്രിസഭാ യോഗത്തിന് ശേഷം മുഖ്യമന്ത്രി തന്നെ മാധ്യമങ്ങളോട് തീരുമാനങ്ങൾ വിശദീകരിച്ചു കൊടുക്കുന്നൊരു കീഴ്വഴക്കമുണ്ടായിരുന്നു പണ്ട്. അതിപ്പോഴില്ല. അത് നിർത്തലാക്കിയതിനെ കുറിച്ചാണ് മുഖ്യമന്ത്രി വ്യക്തമാക്കുന്നത്. പത്രക്കാരെ ഞാൻ അവഗണിക്കുന്ന പ്രശ്നമൊന്നുമില്ല. പത്രസമ്മേളനത്തോട് എനിക്ക് വിരോധമില്ല. പത്രസമ്മേളനം നടത്തേണ്ട ഘട്ടത്തിൽ നടത്തും. പക്ഷേ ഒരു PRO പണിയെടുക്കേണ്ട ആളാണ് മുഖ്യമന്ത്രി എന്ന ധാരണ എനിക്കില്ല. അത് പറയേണ്ട കാര്യങ്ങൾ പറയേണ്ട സമയത്ത് ഞാൻ പറയും. ഓരോ മന്ത്രിസഭാ യോഗം കഴിഞ്ഞാൽ അതിൻ്റെ കാര്യങ്ങളെല്ലാം പബ്ലിക് റിലേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട ആളാണ് മുഖ്യമന്ത്രി എന്ന ധാരണ എനിക്കേതായാലും ഇല്ല. അത് മാധ്യമങ്ങളോടുള്ള ഒരു തരത്തിലുള്ള അവഹേളനവും കൊണ്ടല്ല. പാവങ്ങൾ അച്യുതമേനോനും EK നയനാർക്കുമൊന്നും പിണറായി വിജയനോളം രാഷ്ട്രീയ ബോധം ഇല്ലാത്തത് കൊണ്ടാവാം അവർ ഈ പണിയോടൊപ്പം PR പണി കൂടി എടുത്തിരുന്നു. ഇവിടെ ബഹുമാനപ്പെട്ട അച്യുതമേനോൻ മുഖ്യമന്ത്രിയായിരുന്ന കാലം മുതലേ ഒരു രീതിയുണ്ട്. മന്ത്രിസഭാ യോഗം കഴിഞ്ഞാൽ മുഖ്യമന്ത്രി മാധ്യമങ്ങളോട് വിശദീകരിക്കുക. അതാണ് ആധികാരികമായി ചെയ്തു വരുന്ന രീതി. അത് ആ കാലം മുതലാണെന്നാണ് എൻ്റെ ഓർമ്മ. അതിന് മുമ്പുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എങ്കിലും അച്യുതമേനോൻ്റെ കാലം മുതൽ ഇപ്പം ഞങ്ങളൊക്കെ സജീവ രാഷ്ട്രീയത്തിൽ വരുന്നത് ഇതൊക്കെ കൂടുതൽ നേരിട്ട് മനസ്സിലാക്കുന്നൊരു കാലമാണ്. അച്യുതമേനോൻ്റെ കാലം തുടങ്ങിയതാണ്. എല്ലാ മുഖ്യമന്ത്രിമാരും അത് ചെയ്യാറുണ്ട്. അതിനൊരു കാരണവുമുണ്ട്. മുൻകാലങ്ങളിൽ മന്ത്രിസഭാ യോഗത്തിന് ശേഷം പത്രലേഖകർ ഓരോരോ മന്ത്രിമാരെ ഒറ്റക്കൊറ്റക്ക് കണ്ട് വിവരങ്ങൾ ശേഖരിക്കുകയായിരുന്നു പതിവ്. അങ്ങനെ വന്നപ്പോൾ പുറത്തു പറയാൻ പറ്റാത്തതും പുറത്തു പറയാൻ പറ്റുന്നതുമെല്ലാം വാർത്തയായി വരാൻ തുടങ്ങി. അപ്പോഴാണ് ആ പ്രതിസന്ധി ഘട്ടം തരണം ചെയ്യാനായി അച്യുതമേനോൻ മന്ത്രിസഭാ യോഗത്തിന് ശേഷം പത്രലേഖകരെ നേരിട്ട് വിളിച്ചു വരുത്തി ഔദ്യോഗികമായി കാര്യങ്ങൾ വിശദീകരിക്കാൻ തുടങ്ങിയത് എന്ന് കേട്ടിട്ടുണ്ട്. ഏതായാലും അതിനുശേഷം വന്ന മുഖ്യമന്ത്രിമാരെല്ലാം ഇത് ചെയ്തിട്ടുമുണ്ട്. ഇപ്പം ചെയ്യാത്ത ഒരു പ്രധാനമന്ത്രി നമുക്കുണ്ട്, നരേന്ദ്രമോദി. നരേന്ദ്രമോദിയുടെ ശൈലി അദ്ദേഹം മാധ്യമങ്ങളെ ഒഴിവാക്കുക, മാധ്യമങ്ങളുമായി സംസാരിക്കാറില്ല, മാധ്യമങ്ങളുമായി ഇൻട്രാക്ഷൻ ഇല്ല. ഇപ്പോൾ ഡൽഹിയിൽ ചെന്നാൽ നമുക്കറിയാം, നമ്മുടെ മാധ്യമ സുഹൃത്തുക്കൾ പറയാറുണ്ട്, ഒരു ഇൻട്രാക്ഷനും ഇല്ല. എനിക്ക് തോന്നുന്നു ഈ കാര്യത്തിൽ നരേന്ദ്രമോദിയുടെ ശൈലിയാണ് പിണറായി വിജയൻ മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ സ്വീകരിച്ചതായി തോന്നുന്നു. പിണറായി വിജയൻ നരേന്ദ്രമോദിക്ക് പഠിക്കുകയാണ് എന്നൊരു അഭിപ്രായമൊന്നും പൊളിമിക്സിനില്ല. പക്ഷേ അദ്ദേഹം നാൾക്കുനാൾ കടുപ്പം കൂടി വരികയാണ്. അത് കാണാതിരുന്നുകൂടാ. അതായത് ആരംഭത്തിൽ മുഖ്യമന്ത്രി ഒരു നല്ല സമീപനമായിരുന്നു. പക്ഷേ ഇന്നലത്തെ സമീപനം അല്പം ഒരു റൗഡിസം രീതിയായി മാറി. മനസ്സിലായി, കണ്ണൂർ സ്റ്റൈലായി പോയി. അത് വേണ്ടായിരുന്നു എൻ്റെ അഭിപ്രായം. അതായത് സർക്കാർ ജീവനക്കാരുടെ സ്ഥലം മാറ്റം സംബന്ധിച്ച കാര്യം കഴിഞ്ഞ ദിവസം PT തോമസ് നിയമസഭയിൽ ഉന്നയിച്ചപ്പോൾ മുഖ്യമന്ത്രി പ്രതിപക്ഷത്തെ ഒന്ന് ഞെട്ടിച്ചിരുത്താൻ നോക്കി. അതാണ് PC ജോർജ് ഉദ്ദേശിച്ചത്. ഈ പിണറായി സ്റ്റൈൽ ഒരു പ്രത്യേക സ്റ്റൈലാണ്. ആ പിണറായി സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചാൽ, ഉദാഹരണം, 2 കൊല്ലം ഇലക്ട്രിസിറ്റി മന്ത്രി ആയപ്പോൾ 1067 മെഗാവാട്ട് വൈദ്യുതി ഉത്പാദിപ്പിച്ചു. 15 കൊല്ലം 16 കൊല്ലമായിട്ട് നടന്നുകൊണ്ടിരുന്ന പണി നടക്കാതെ തടയപ്പെട്ടിരുന്നതെല്ലാം പുള്ളി ബലമായി
ആ പണി പൂർത്തീകരിച്ച് ജലവൈദ്യുതി ഉണ്ടാക്കി. മനസ്സിലായോ? അതുപോലെ ഇന്നലെ അദ്ദേഹത്തിൻ്റെ മറുപടി വളരെ ക്ലിയറാണ്. അദ്ദേഹത്തിൻ്റെ പാർട്ടിയെ രക്ഷിക്കാനുള്ള നയം സ്വീകരിച്ചുകൊണ്ട് അദ്ദേഹം പോകുന്നത്രേ ഉള്ളൂ. കുറച്ച് നിലപാടാണ്, പഴം നിലപാടല്ലെന്ന് അർത്ഥം. അതുകൊണ്ട് ഇന്നലത്തെ ആ സമീപനം വേണ്ടെന്ന എൻ്റെ അഭിപ്രായം. അതാണ് പൊളിമിക്സിൻ്റെയും അഭിപ്രായം. കാര്യങ്ങൾ നടത്തിയെടുക്കുന്നത് നല്ല ഗുണമാണ്. എന്നാൽ പ്രതിപക്ഷത്തെ വിറപ്പിച്ചു നിർത്തി ഭരണം നടത്തുന്നത് ജനാധിപത്യത്തിൽ അത്ര നല്ലൊരു ഗുണമല്ലല്ലോ. എനിക്ക് ചിരി വന്നു, എല്ലാവരും പേടിച്ചു പോയതായിരിക്കും. ആ PT തോമസ് വെച്ച് ബാക്കി എല്ലാവരും പേടിച്ചിരിക്കുകയെന്നായിരിക്കും എനിക്ക് ചിരി വന്നത്. ഞാൻ എന്തായാലും ഇല്ല, ഞാൻ കയറി വന്നപ്പോൾ മനസ്സിലായി എല്ലാവരും വരണ്ടിരിക്കുകയാണ്. PC ജോർജിന് എന്നെന്നും ചിരിക്കാനുള്ള വകയായി മാറരുതെന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് അഭ്യർത്ഥിച്ചുകൊണ്ട് പൊളിമിക്സ് ഒരു ഇടവേളയിലേക്ക് കടക്കുകയാണ്. ഒരു ആഘോഷത്തിൽ പങ്കെടുക്കാനുണ്ട്. കോട്ടയത്താണ് ആഘോഷം. NCPക്കാർ അവർക്ക് മന്ത്രിസ്ഥാനം കിട്ടിയതൊന്ന് ആഘോഷിക്കാനായി മന്ത്രി AK ശശീന്ദ്രന് സ്വീകരണം കൊടുക്കുകയാണ്. നമ്മുടെ മന്ത്രിക്ക് ഏതാണ്ട് 5 പതിറ്റാണ്ട് കാലത്തെ സംശുദ്ധമായ പൊതുജീവിതത്തിനുടമയാണ് ശ്രീകനാശിയൊക്കെ ശശീന്ദ്രൻ. പാർട്ടിയുടെ ദേശീയ ജനറൽ സെക്രട്ടറി ജിമ്മി ജോർജാണ് ഈ പ്രസംഗിക്കുന്നത്. അദ്ദേഹം തന്നെയാണ് ഈ സ്വീകരണത്തിന്റെ കാർമ്മികനും. സത്യത്തിലെ ഗതാഗത വകുപ്പ് എന്ന് പറയുമ്പോൾ സത്യത്തിൽ ആദ്യം എല്ലാവരും ഒന്ന് പേടിക്കുന്ന വകുപ്പാണ്. പക്ഷേ ഞാനൊരു കാര്യം ശ്രദ്ധിച്ചു. ഗതാഗത വകുപ്പ് ഏറ്റെടുത്തുള്ള മന്ത്രിമാരുടെ ഒക്കെ പേരുകൾ ജനങ്ങൾ എന്നും ഓർത്തിരിക്കുന്ന പേരുകളാണ്. ഒരുപക്ഷെ മറ്റ് പല വകുപ്പുകളും, വനം വകുപ്പ് അല്ലെങ്കിൽ മറ്റ് പല വകുപ്പുകളും മുൻപ് കൈകാര്യം ചെയ്യുന്ന ആളുകളുടെ പേര് ചോദിച്ചാൽ ഒരുപക്ഷെ നമ്മളിൽ പലർക്കും പെട്ടെന്ന് ഓർമ്മ വരില്ല. എന്നാൽ കഴിഞ്ഞ ഒരു 30 വർഷക്കാലം കേരളത്തിലെ ഗതാഗത വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രിമാരുടെ പേരുകൾ ഇപ്പോഴും നമ്മുടെയൊക്കെ നാവിന് തുമ്പിലുണ്ട്. സത്യത്തിൽ എങ്ങനെയാണ് ഈ ഗതാഗത വകുപ്പ് കയ്യിൽ കിട്ടിയത് എന്ന് ജിമ്മിക്ക് അറിയില്ലല്ലോ. അതറിയുന്നത് സംസ്ഥാന പ്രസിഡന്റിന് മാത്രമാണ്. ഈ മുന്നണിയിലെ വകുപ്പ് ചർച്ചയുമായി ബന്ധപ്പെട്ട് സഖാവ് പിണറായി വിജയനും കോടിയേരി ബാലകൃഷ്ണനും എന്നോട് കാണണം എന്നാവശ്യപ്പെടുകയും ഞാൻ അവരുമായി സംസാരിക്കുകയും ചെയ്തപ്പോൾ ഞങ്ങൾ ചോദിച്ച വകുപ്പല്ല കിട്ടിയത്. അതിൽ പരാതിയൊന്നുമില്ല. എന്നാലും ഈ ട്രാൻസ്പോർട്ട് വകുപ്പ് നിങ്ങൾ ഏറ്റെടുക്കണം. അപ്പം ഞാൻ പറഞ്ഞത് വലിയ കുഴപ്പമാണ്. വഴിയിൽ വണ്ടി കിടന്നു പോയാൽ മന്ത്രിയെ വണ്ടിയിലിരുന്ന് പറയാവുന്ന പുലഭ്യം മുഴുവൻ പറഞ്ഞിരിക്കും. മന്ത്രിയുടെ രാജിയും ആവശ്യപ്പെടാൻ സാധ്യതയുണ്ട്. ടയർ പഞ്ചറായാൽ മന്ത്രിയുടെ രാജി ആവശ്യപ്പെടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ദയവ് ചെയ്ത് വേറെ ഏതെങ്കിലും വകുപ്പ് കിട്ടിയാൽ കൊള്ളാം എന്ന് ഞാൻ പറയുകയുണ്ടായി. പക്ഷേ അവർ എന്നോട് പറഞ്ഞത് ഇതുകൊണ്ട് നിങ്ങൾ ഒതുങ്ങണം എന്നല്ല, AK ശശീന്ദ്രൻ തന്നെ ഈ വകുപ്പ് ഏറ്റെടുക്കണം. അതിന് കാരണം മറ്റൊന്നുമല്ല, അദ്ദേഹത്തെ കൊണ്ട് ഇത് കൈകാര്യം ചെയ്യാൻ കഴിയും. അഴിമതിയില്ലാതെ ഈ വകുപ്പ് കൈകാര്യം ചെയ്യാൻ അദ്ദേഹത്തിന് കഴിയുമെന്ന ഉത്തമ വിശ്വാസം ഞങ്ങൾക്കുണ്ട് എന്ന് പറഞ്ഞപ്പോൾ പിന്നെ എനിക്ക് മിണ്ടാൻ പറ്റാതെ വന്നു. അങ്ങനെ അഴിമതിയില്ലാതെ കൈകാര്യം ചെയ്യാനായി ഗതാഗത വകുപ്പ് ഏറ്റെടുത്ത് AK ശശീന്ദ്രനെ വേദിയിലിരുത്തി പാർട്ടിയുടെ ദേശീയ ജനറൽ സെക്രട്ടറി മുന്നേറുകയാണ്. സാധാരണക്കാരായ ജനങ്ങളുമായി ഏറ്റവും അധികം ഇടപെടുന്ന അല്ലെങ്കിൽ അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഇടപെടാൻ കഴിയുന്ന ഒരു വകുപ്പാണ് ഗതാഗത വകുപ്പ്. കോട്ടയംകാരനായതുകൊണ്ട് ഒരു ചെറിയ മന്ത്രി കേൾക്കുവോ പറഞ്ഞു കൊടുക്കാം. ഒരേ ഒരു കാര്യം മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ ഈ കാര്യം അവസാനം എന്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. അത് കോട്ടയത്തെ നമ്മുടെ ഈ ബസ് സ്റ്റാൻഡിന്റെ കാര്യം തന്നെയാണ്. എത്രയും വേഗം സമയബന്ധിതമായി
നമ്മുടെ കോട്ടയത്തെ ഈ ബസ് സ്റ്റാൻഡിന്റെ പണികൾ പൂർത്തിയാക്കി തരാൻ അദ്ദേഹം മുൻകൈ എടുക്കണമെന്ന് കോട്ടയംകാരായ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകരെ സാക്ഷി നിർത്തി ഞാൻ അദ്ദേഹത്തോട് ആവശ്യപ്പെടുകയാണ്. സ്നേഹിതരെ, ഞാൻ ദീർഘമായി സംസാരിക്കുന്നില്ല. ഈ സമ്മേളനത്തിൽ ഞാനൊരു ചെറിയ ആവശ്യം പറഞ്ഞത് കേട്ടോ, മന്ത്രി കേട്ടില്ലല്ലോ? കേട്ടു. കാരണം ഒരുപാട് കാര്യങ്ങളൊക്കെ ഇപ്പൊ ആവശ്യപ്പെട്ട് കാര്യമില്ല. അതുകൊണ്ട് കോട്ടയത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം എന്ന നിലയിലാണ് ഞാൻ പരസ്യമായി ഈ ആവശ്യം ഉന്നയിച്ചത്. അത് ആണോ? അല്ല, ഇപ്പോഴത്തെ നിലയിൽ ഇത് പെട്ടെന്ന് തീർക്കണം. അത് ഞങ്ങളുടെ ആവശ്യമാണ്. വേദിയിലിരിക്കുന്ന CPM നേതാവ് വാസവൻ പറയുന്നത് ഇതേ ആവശ്യം അദ്ദേഹം മുമ്പ് നിയമസഭയിൽ ഉന്നയിച്ചിട്ടുണ്ട് എന്നാണ്. കോട്ടയത്തെ KSRTC സ്റ്റാൻഡ് കാണുന്ന ഏതൊരാൾക്കും ആ ആവശ്യം ബോധ്യമാവുകയും ചെയ്യും. പക്ഷേ ഒരു ആദർശ പ്രസ്ഥാനമായ NCP ഇങ്ങനെയാണോ സ്വന്തം മന്ത്രിയോട് ആവശ്യം ഉന്നയിക്കേണ്ടത് എന്നൊരു സംശയം പൊളിമിക്സിനുണ്ട്. പൊളിമിക്സിന് മാത്രമല്ല, വേറൊരാൾക്കുമുണ്ട്. എല്ലാവരും നിവേദനം തരുന്നുണ്ട്. എന്റെ കയ്യിൽ തന്നെ ഒത്തിരി നിവേദനം മന്ത്രിക്ക് കൊടുക്കണം എന്ന് പറഞ്ഞു തരുന്നുണ്ട്. അതിലെല്ലാം തന്നെ എഴുതിയിരിക്കുന്നത് നമ്മുടെ വീടിന്റെ അടുത്തുകൂടി തന്നെ ഒരു സ്കാനിയ ബസ് കിട്ടിയാൽ കൊള്ളാമായിരുന്നു എന്നുള്ള ഒരു നിലയിലാണ്. ഓരോരുത്തരും ദയവ് ചെയ്ത് അങ്ങനെ നിർബന്ധിക്കരുത്. നമ്മുടെ വീടിന്റെ അടുത്തുകൂടി ബസ് വേണം എന്ന് പറയുന്നതിനേക്കാൾ ഉപരി സാധാരണക്കാരായ ജനങ്ങൾ കൂടുതൽ യാത്രക്കാർ ഉള്ള പ്രദേശത്തുകൂടി ഈ ഒരു വാഹനം വേണമെന്ന നിവേദനമായിരിക്കണം നിങ്ങൾ മന്ത്രിക്ക് കൊടുക്കേണ്ടത്. പൊതു താല്പര്യത്തിനാണ് മുൻതൂക്കം നൽകേണ്ടത്. കോട്ടയം ബസ് സ്റ്റാൻഡിന്റെ കാര്യം ഉഴവൂരിനും ഓർമ്മയുള്ളതാണ്. ഏതായിരുന്നാലും കോട്ടയം ട്രാൻസ്പോർട്ട് ബസ് സ്റ്റാൻഡിന് സമീപം വെച്ച് തന്നെയാണ് ഈ പ്രസ് ക്ലബ് ഹാളിൽ വെച്ച് ഈ സമ്മേളനം നടക്കുന്നത്. വാസവനും അതുപോലെ ജിമ്മിയും ഒക്കെ ഇവിടുത്തെ ബസ് സ്റ്റാൻഡിനെ കുറിച്ച് പറഞ്ഞു. ഇതെല്ലാം പണ്ടുപോലെ ഈ ബസ് സ്റ്റാൻഡിൽ കൂടെ കയറി ഇറങ്ങി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരാള് എന്നുള്ള നിലയിൽ ബസ് സ്റ്റാൻഡിന്റെ പ്രവർത്തനത്തിൽ അദ്ദേഹം മുൻകൈ എടുക്കും. അതിന് പാർട്ടിയുടെ ഭാഗത്തു നിന്ന് ഉള്ള എല്ലാ പിന്തുണയുമുണ്ട് എന്നുകൂടി ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. പക്ഷേ അവിടെ ഒരു ബസ് സ്റ്റാൻഡ് നിർമ്മിക്കാൻ ഇറങ്ങിയാൽ ആദർശം എന്താകും എന്നൊരു ആശങ്ക പാർട്ടി പ്രസിഡന്റിന് ഇല്ലാതില്ല. യാതൊരു ചീത്തപ്പേരും ഏൽപ്പിക്കാതെ ഇനിയും കോട്ടയത്തൂടെ പാർട്ടി പ്രവർത്തനവുമായി ഭാവിയിലും അദ്ദേഹം കടന്നു വരും. അപ്പോൾ ഞാൻ പറഞ്ഞത് ശരിയാണോ എന്ന് നിങ്ങൾക്ക് വിലയിരുത്താൻ കഴിയും. ധൈര്യമായി എനിക്ക് പറയാൻ കഴിയും, അഴിമതിയുടെ കറ പുരളാത്ത ഒരു നേതാവായി അദ്ദേഹം മുൻപോട്ട് പോവുക തന്നെ ചെയ്യും. അതിനുള്ള പിന്തുണയാണ് നമ്മൾ നൽകേണ്ടത്. ബസ് സ്റ്റാൻഡ് പണിയാൻ കരാറുകാരുമായി സ്വന്തം നിലയ്ക്ക് കരാറാക്കുന്നതിന് മുൻപ് പാർട്ടി നേതാക്കൾ ഇക്കാര്യം കൂടി മനസ്സിൽ വെക്കണം എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് പൊളിമിക്സ് ഒരു ഇടവേളയിലേക്ക് കടക്കുകയാണ്. അത് കഴിഞ്ഞാൽ പോവരുത്, വേറെ ചില താത്വിക പ്രശ്നങ്ങളുണ്ട്. LDF എല്ലാം ശരിയാക്കി തുടങ്ങിയത് കൊണ്ടാണോ എന്നറിയില്ല, തോറ്റു പുറത്തുപോയ കോൺഗ്രസ് MLA-മാരെല്ലാം രാഷ്ട്രീയം നിർത്തി വേറെ പണി നോക്കുകയാണ്. ശിവദാസൻ നായരെ പിന്തുടർന്ന് അബ്ദുള്ളക്കുട്ടിയും കോടതിയിലേക്കെത്തി. പാവം അബ്ദുള്ളക്കുട്ടി ശിവദാസൻ നായരെ പോലെ പരമ്പരാഗത കോൺഗ്രസുകാരനല്ലല്ലോ. CPM-ൽ നിന്ന് പുറന്തള്ളിയപ്പോൾ പാവം തോന്നിയ കോൺഗ്രസുകാർ ദത്തെടുത്തു കുറച്ചു കാലം കൊണ്ടു നടന്നു. ഇനി ഏതായാലും ജീവിക്കാനൊരു പണിയുള്ളത് നല്ലത് തന്നെ. അല്ല, ഞാൻ 1999 എൻറോൾ ചെയ്ത ഒരാളാണ്. പക്ഷേ കോടതിയിൽ വരാൻ പറ്റിയിട്ടില്ല. വർഷങ്ങൾക്ക് ശേഷമാണ് ഇപ്പോൾ കോടതിയിൽ വരുന്നത്. അന്ന് എൻറോൾ ചെയ്ത ഉടനെ പാർലമെൻറ്റ് മെമ്പറായി അങ്ങനെ നിയമനിർമ്മാണ സഭയിൽ പോയി പ്രാക്ടീസ് ചെയ്യാൻ ഭാഗ്യം കിട്ടിയ ഒരാളാണ്. പക്ഷേ യഥാർത്ഥ നിയമം പ്രാക്ടീസ് ചെയ്യുന്ന ഈ കോടതിയിൽ വരാൻ എനിക്ക് അവസരം കിട്ടിയിട്ടില്ല. ഈ അവസരം കിട്ടിയത് എങ്ങനെയാണ് എന്ന് ഓർമ്മയില്ലേ? കോൺഗ്രസിൻ്റെയും അബ്ദുള്ളക്കുട്ടിയുടെയും സിറ്റിംഗ് സീറ്റായ കണ്ണൂരിൽ നിന്ന് മാറ്റി
CPMന്റെ സിറ്റിംഗ് സീറ്റായ തലശ്ശേരി പിടിച്ചടക്കാൻ കോൺഗ്രസ് നിയോഗിച്ചതുകൊണ്ട്. തലശ്ശേരിയുടെ രാഷ്ട്രീയ തലവര മാറ്റി എഴുതാനുള്ള ഒരു ഉത്തരവാദിത്തമാണ് നേതൃത്വം എന്നെ ഏൽപ്പിച്ചിട്ടുള്ളത്. പാവം, സ്വന്തം തലവരെയാണ് മാറ്റി എഴുതപ്പെടാൻ പോകുന്നതെന്ന് ഈ അത്ഭുത കുട്ടിക്ക് അന്ന് മനസ്സിലായതേയില്ല. നിങ്ങൾ തലശ്ശേരിയെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. കേരളത്തിലെ എന്നല്ല, ഇന്ത്യയിലെ ഏറ്റവും ഇടുങ്ങിയ റോഡ് ഏതാണെന്ന് ചോദിച്ചാൽ, അങ്ങനെ ഒരു കിസ് മത്സരത്തിൽ ചോദ്യം ചോദിച്ചാൽ കുട്ടികൾ പറയും തലശ്ശേരി മെയിൻ റോഡാന്ന് പറയും. എനിക്ക് അവിടുത്തെ രാഷ്ട്രീയ നേതാക്കളെ ഒന്നും കുറ്റപ്പെടുത്താനൊന്നുമില്ല, പക്ഷേ അവരോട് എനിക്ക് സഹതാപമാണ്. കാരണം അക്രമ രാഷ്ട്രീയമാണ് വികസന പ്രവർത്തനം നടത്താൻ അവർക്ക് തടസ്സമുണ്ടാക്കിയത്. അക്രമം, കുറേ ദിവസം ആശുപത്രിയിലായിരിക്കും നേതാക്കൾ, പിന്നെ മോർച്ചറി, പിന്നെ ശവസംസ്കാരം, പിന്നെ കോടതി. ഇനിയിപ്പോൾ അബ്ദുള്ളക്കുട്ടി വക്കീലിന് ആ പണിയൊന്നുമില്ല, കോടതി മാത്രം നോക്കിയാൽ മതി. ഇപ്പം ഒരു സമയം കിട്ടി, അല്ലെങ്കിൽ അവസരം കിട്ടി. അപ്പം പൊതുപ്രവർത്തനത്തിനൊപ്പം ഈ പ്രൊഫഷനും കൂടി കൊണ്ടുപോകണമെന്നുള്ള ഒരു ആഗ്രഹമാണ് എനിക്കുള്ളത്. ഇവിടെയെങ്കിലും അബ്ദുള്ളക്കുട്ടിയുടെ ആഗ്രഹം സഫലമാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിന്നെ നേതാക്കൾ ഇങ്ങനെ പല വഴിക്ക് പോയി തീരുന്നതിന് മുൻപ് കോൺഗ്രസിനെ ഒന്ന് ശക്തിപ്പെടുത്തുന്നത് നന്നായിരിക്കും. അത് എങ്ങനെയെന്ന് INTUC-കാർ കാണിച്ചു തരും. 3 വർഷ ഇടവേളകളിൽ INTUC കൃത്യമായ തെരഞ്ഞെടുപ്പ് നടത്തി വരികയാണ്. ഫോട്ടോ പതിച്ച ഐഡൻറ്റിറ്റി കാർഡ് കൊടുത്തുകൊണ്ട് ഡെലിഗേറ്റുകൾക്കും ജനറൽ കൗൺസിൽ മെമ്പർമാർക്കും ഒരു ഇന്ത്യയിൽ തന്നെ മാതൃകാപരമായി ഒരു തെരഞ്ഞെടുപ്പ് പ്രക്രിയയാണ് INTUC നടപ്പാക്കിയിരിക്കുന്നത്. ഇത് മാതൃകയായി കോൺഗ്രസ് പാർട്ടിയും സ്വീകരിക്കാവുന്നതാണ്. ഞാൻ KPCCയുടെ ക്യാമ്പ് എക്സിക്യൂട്ടീവിൽ ഞാൻ പറഞ്ഞു, കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി ബൂത്ത് തലത്തിൽ, വാർഡ് തലത്തിൽ, മണ്ഡലം തലത്തിലുള്ള, ബ്ലോക്ക് തലത്തിൽ വരെയുള്ള കമ്മിറ്റികൾക്കെങ്കിലും മെമ്പർഷിപ്പ് കൊടുത്ത് തെരഞ്ഞെടുപ്പ് നടത്തണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ആ തെരഞ്ഞെടുപ്പ് നടത്തുന്നതിനുള്ള ഒരു മോഡലായിട്ട് ഞങ്ങൾ INTUC ഈ തെരഞ്ഞെടുപ്പ് നടത്തി കാണിച്ചു കൊടുത്തിരിക്കുന്നു. ഏതായാലും പാർട്ടിയുടെയും മുന്നണിയുടെയും ദോഷം തീർക്കാൻ INTUC ഒരു നേർച്ച നേർന്നിട്ടുണ്ട്. എല്ലാ ജില്ലകളിലും നവംബർ മാസം 14-ാം തീയതി കേരള പിറവി, നവംബർ മാസം 14-ാം തീയതി കേരള പിറവി അനാഥാലയങ്ങളിലെ കുട്ടികൾക്ക്, അവർക്ക് പിറന്നാൾ അറിയില്ല, അവർക്കൊരു പിറന്നാളും അറിയില്ല, അനാഥാലയങ്ങളിൽ വന്നുപെട്ടിട്ടുള്ള കുട്ടികളുടെ കേരളത്തിലെ പിറന്നാൾ ദിവസമായി നവംബർ 14 INTUC ആചരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു, ആഘോഷിക്കാൻ തീരുമാനിക്കുന്നു. എല്ലാ ജില്ലകളിലും അനാഥാലയങ്ങളിലെ കുട്ടികൾക്ക് ആഹാരം കൊടുക്കുന്നതിനും കഴിയുമെങ്കിൽ അവർക്ക് വസ്ത്രം കൊടുക്കുന്നതിനുമൊക്കെയുള്ള തീരുമാനം ഞങ്ങൾ എടുത്തിരിക്കുകയാണ്. അതുകൊണ്ട് നവംബർ 14 ശിശുദിനം, അല്ല പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെ ജന്മദിനം, രാജ്യത്തിൻ്റെ ഏറ്റവും സുപ്രധാനമായ ഒരു ദിനം എന്നുള്ള നിലയിൽ നവംബർ 14 കേരള പിറവി ദിനം കൂടിയായ ആ ദിവസം നമുക്ക് പിറന്നാൾ ആഘോഷമായിട്ട് ആചരിക്കുന്നതിനും നമ്മളിന്ന് തീരുമാനിക്കുകയാണ്. എല്ലാം നന്നായി, വളരെ നന്നായി. നവംബർ 1 ആഘോഷിക്കേണ്ട കേരള പിറവി കൂടി അങ്ങ് 14-ലേക്ക് മാറ്റിയത് എന്തുകൊണ്ടും നന്നായി. എല്ലാം കൂടി അങ്ങ് ഒരുമിച്ച് ആഘോഷിക്കാൻ തീരുമാനിച്ച സ്ഥിതിക്ക് പൊളിമിക്സ് തൽക്കാലം രംഗം വിടുകയാണ്. ആഘോഷത്തോടെ ഇനിയും കാണും വരെ നന്ദി, നമസ്കാരം.